വ്യക്തിത്വമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആലിമ്, ആ ആലിമിനെ ഇൽമിനെ അല്ലാഹു ഖബൂൽ ചെയ്തു എന്നതിന്റെ ഒരു പ്രകടമായ ഒരു ലക്ഷ്യം, ഒരു അടയാളം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടതായ ഒരു സംഘടനയിൽ പ്രവർത്തിക്കാനുള്ള ഒരു മാർഗം അവർക്കുണ്ടാക്കി കൊടുക്കുക. അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ഒരു സംഘടന. കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമേ ഉള്ളൂ, വേറെ ഒരു സംഘടനയില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരേ ഒരു സംഘടന, കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആ ഒറ്റൊരു പാർട്ടി മാത്രം വിജയത്തിന്റെ അവകാശികൾ. അത് ആശയത്തിൽ മാത്രം നമ്മളോട് യോജിച്ചാൽ മാത്രം പോരാ, അതിന്റെ പ്രവർത്തന രീതിയിലും യോജിക്കണം. ആശയം സുന്നി ആശയം എന്ന് പറഞ്ഞു നടന്നുകൊണ്ട് കാര്യമില്ല, അതിന്റെ പ്രവർത്തന രീതിയിലും വേണം യോജിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കാണിച്ചു തന്നൊരു പ്രവർത്തന രീതിയുണ്ട്, ആ രീതിയിൽ കൂടി പ്രവർത്തിക്കണം. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിജയത്തിന്റെ നിദാനം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തികളെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ സംഘടനകളെ അല്ലാഹു ഇഷ്ടപ്പെടും. സംഘടനകൾ അല്ലാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സംഘടനകളെ സംബന്ധിച്ചുള്ളതായ വിളംബരം അല്ലാഹു വാനലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായും കൊണ്ട് അതിനെ വിളിച്ചു പറയും. അങ്ങനെ ഈ ഭൂലോകത്തുള്ള സർവസ്വത്തിന്റെ മുന്നിലും ഈ സംഘടനയെ സംബന്ധിച്ചുള്ളതായ ഒരു ഖബൂലിയത്ത് അല്ലാഹു ഉണ്ടാക്കിത്തരും. അങ്ങനത്തെ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുക, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് തൗഫീഖ് ചെയ്തു കൊടുത്താൽ അത് അവന്റെ ജീവിതത്തിലുള്ളതായ ഏറ്റവും വലിയതായ